അത് കഴിഞ്ഞ് ഒരു 10-15 ദിവസം 20 ദിവസമായി കാണും. പെട്ടെന്ന് ആ ബംഗ്ലാദേശിലെ ജോലി പോവുകയും പുള്ളിക്ക് പെട്ടെന്ന് ആകെ പുള്ളി ടെൻഷനായിട്ട് എന്നെ തന്നെ വിളിച്ചു. ഫസ്റ്റ് ജോലി ഇതായിപ്പോയി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആയിരുന്നു, ബംഗ്ലാദേശിലെ ജോലി എങ്ങനെയാ തെറ്റായ ജീവിത വഴിയിൽ നിന്ന് മാറ്റി നല്ലൊരു ജോലി ഇന്ത്യക്കകത്ത് കൊടുക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ആ സമയത്ത് എനിക്ക് ഒരാഴ്ച മുന്നേ ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. ഹൈദരാബാദിൽ പുള്ളിക്ക് ജോലി ലഭിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് തന്നെ ഇതാക്കിയതാണ്, നല്ലൊരു ജോലി കൊടുക്കാൻ വേണ്ടിയാണ് ഇതാക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ആ ജോലി പോയി പുള്ളിക്ക് ഡിസംബർ അവസാനം ആകുമ്പോഴത്തേക്ക് പുള്ളി വീണ്ടും വെളിയിലോട്ട് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ സൗദിയിലെ ഒരു ഇൻ്റർവ്യൂ ആയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷനായോ, വീണ്ടും വെളിയിലേക്ക് പോകുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. മാതാവേ, എന്നെ ഒറ്റയ്ക്കാക്കരുതേ, ഈശോയെ രക്ഷിക്കണം, എങ്ങനെ ഇനിയും വെളിയിലേക്ക് വിട്ട് ഞങ്ങളുടെ ജീവിതം വീണ്ടും ഇതായി പോവരുതേ, എങ്ങനെയും ഇന്ത്യക്കകത്ത് തന്നെ കൊണ്ടുവരണേ, എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കണേ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കൊണ്ട് ഹസ്ബൻഡ് വിളിക്കുന്നു, സൗദിയിൽ അതെല്ലാം റെഡിയായതാണ്, അതെന്താ പറ്റിയെന്നറിയില്ല, അത് പോയി, നീ നല്ലത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അഹമ്മദാബാദിൽ നിന്ന് ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് നോക്കിക്കോ, അത് നല്ലതായിരിക്കും, അത് നോക്കിക്കോ നോക്കും. പക്ഷേ എനിക്ക് ഉറപ്പില്ല പുള്ളി അങ്ങനെ ഇതാകുമെന്ന് എനിക്ക്. എന്നാൽ ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ